നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഫലങ്ങൾ അനുഭവിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായി മേടം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാൽമേടക്കൂറ് ഈ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യ നക്ഷത്രം അശ്വതിയാണ് രാശിചക്രത്തിലെ. മേടം രാശി ആദ്യ രാശിയുമാണ് രാശിചക്രത്തിൽ. അപ്പോൾ ഈ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പല പ്രത്യേക ഫലങ്ങളും ഈ രാശിക്ക് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും യോഗവും ഒക്കെ വരുമ്പോൾ ഈ ഫലത്തിന് വ്യത്യാസമുണ്ടാകും. അതെന്തായാലും ഒരു വ്യക്തിയുടെ ജാതകം കണ്ടേ പൂർണ്ണമായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം മേടൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ എന്താണ് ഫലമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൃത്ത താമ്രദൃക് ഉഷ്ണശാകലഘുബു ക്ഷിപ്രപ്രസാദോ അടന കാമി ദുർബല ജാനു അസ്ഥിരതന ശൂരോ അങ്കന വല്ലഭ സേവാജ്ഞ കുനകി വൃണാങ്കിതാശിര മാനി സഹോദാഗ്രജ ശക്തിയാവാണി തലേങ്കി തോദിജ ചപല തോയേജ ഫീരുക്രിയേ താമ്രദൃക്. അപ്പം വൃത്താകൃതിക്ക് പ്രാധാന്യമുള്ളതും താമ്രദൃക് ചുമന്നതും ചെമ്പിന്റെ നിറത്തോടു കൂടിയതുമായ കണ്ണുകളും ഉഷ്ണശാകലഘുബുക് ചൂടുള്ള വസ്തുക്കളോട് വളരെയധികം താല്പര്യമുള്ളവരും ക്ഷിപ്രപ്രസാദോ അടന പെട്ടെന്ന് സന്തോഷം വരുന്നതും അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നതും അടന സഞ്ചാരശീലം കൂടുതലുള്ളതുമായിരിക്കും മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി. അത് അശ്വതി, ഭരണി, കാർത്തിക, കാൽമേടക്കൂറ് ഈ നക്ഷത്രക്കാരിലും ഇത് പൂർണ്ണമായിട്ടും ഉണ്ടാവുന്ന ഒരു ഫലമാണ്. കാമി കാമാസക്തിയിൽ താല്പര്യം കൂടുതലുള്ളവരും ദുർബല ജാനു അസ്ഥിരതന ജാനു മുട്ടുക്കൾക്ക് ബലമില്ലായ്മ മുതലായ കാര്യങ്ങളും മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പൂർണ്ണമായും ഉണ്ടാകുന്നുണ്ട്. അത് ബാക്കി ലഗ്നഭാവങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ മുട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ കാലപുരുഷന്റെ അംഗങ്ങളിലാണോ ഈ ഭാഗം വരുന്നത് എന്നൊക്കെ ചിന്തിച്ചു വേണം പൂർണ്ണമായിട്ടും പറയേണ്ടത്. അസ്ഥിരതന ധനം ക്ഷയിച്ചു പോവുക, നിൽക്കാത്തതായിട്ടുള്ള ധനം എന്നതിനെയൊക്കെ കുറിച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശൂരനായിരിക്കും. അങ്കനാവല്ലഭ സ്ത്രീകളിൽ പ്രിയപ്പെട്ടവനുമായിരിക്കും. സേവാജ്ഞാഗുനകി സേവാജ്ഞ എന്ന് പറയുന്നത് കൊണ്ട് മറ്റുള്ളവരെ വശത്താക്കുവാനുള്ള കഴിവ് അത് പല രീതിയിലായിരിക്കാം. സംസാരിച്ച് വശത്താക്കാനുള്ള കഴിവ്, സോപ്പിട്ട് വശത്താക്കാനുള്ള കഴിവ്, അങ്ങനെ പല രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഗുനകി കയ്യില് ഈ നഖച്ചുറ്റു പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടാകും. വൃണാങ്കിതാശിര തലയില് വ്രണത്തിന്റെ അടയാളത്തോട് കൂടിയതും. മാനി അഭിമാനിയായിരിക്കും. മേടൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി കൂടുതലും അഭിമാനികളായിരിക്കും. അവരുടെ അഭിമാനം വിട്ട് അവർ പോകാറില്ല. എന്ത് കാര്യത്തിനും അവർ അഭിമാനികളായി നിൽക്കാറുണ്ട്. സഹോദാഗ്രജ സഹോദരന്മാരിൽ മൂത്തവനായിരിക്കും. മൂത്ത ജ്യേഷ്ഠനോ മറ്റോ ഒക്കെ ആവാം. ശക്തിയാപാണി തലേങ്കി തോതിജ ചപല ശക്തി എന്നൊരു രേഖ കയ്യിലുണ്ടാകും. അതുപോലെ കൈകൾക്ക് ബലം കൂടുതലായിരിക്കും എന്നൊക്കെ പറയേണ്ടതായിട്ടുള്ള അവസ്ഥയും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിചപല ചാഞ്ചല്യത്തോടു കൂടിയവനും ആയിരിക്കും. ഒരു കാര്യത്തിലും ഉറച്ചു നിൽപ്പില്ലാത്ത വ്യക്തി. അത് പല കാര്യങ്ങളിൽ മാറി മാറി പോകേണ്ടതായിട്ടുള്ള അവസ്ഥയും ഒന്നിനോട് ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമില്ലായ്മയും പറയേണ്ടതായിട്ട് വരാം. തോയേജ ഭീരുക്രിയെ വെള്ളം കണ്ടാൽ ഭയമുണ്ടാകുന്നവനും കുളത്തിലോ ആറിലോ ഒക്കെ ഇറങ്ങുമ്പോൾ പേടിയുള്ളവനാവാം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് തോയേജ ഭീരുക്രിയെ വെള്ളം കണ്ടാൽ പേടിക്കുന്നവനുമായാണ് പറയുന്നത്. ഇത്രയുമാണ് മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉള്ള ഫലം. ഇനി ഇത് പല രീതിയിലാവാം. ചിലപ്പം ചന്ദ്രദശാകാലങ്ങൾ വരുമ്പോഴായിരിക്കാം ഇത് കൂടുതലും നമുക്ക് അനുഭവപ്പെടുന്നത്.
അല്ലെങ്കിൽ ചന്ദ്ര അപകാര കാലങ്ങൾ വരുമ്പോഴായിരിക്കാം ഈ ഫലങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും സംഭവിക്കാം എന്നൊക്കെ പറയേണ്ടതായിട്ട് വരാം. അപ്പൊ ഒരുപാട് അർത്ഥങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് പല രീതിയിൽ ആവാം ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നത്. അത് ലഗ്നം കൊണ്ടും മേട ലഗ്നമായാലും ഈ ഫലം പറയാം, ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണെങ്കിലും ഈ ഫലം പറയാം എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശിശിരകര സമാഗാം ഏക്ഷണാനാം എന്നുള്ളൊരു പ്രമാണത്തില് ഈ ഫലം തന്നെയാണ് ലഗ്നഫലത്തിനും പറയേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഭാവചിന്തയിൽ വരുമ്പോൾ പല മാറ്റങ്ങൾ ഉണ്ടാവാം. ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന ഫലങ്ങള് ആ ചന്ദ്രൻ നിൽക്കുന്ന രാശി കൊണ്ട് പറയാം. മേടൻ രാശി ഏത് ഭാവത്തിലാണോ, ലഗ്നം തുടങ്ങി 1, 2, 3, 4, 5 എന്നുള്ള ഭാവങ്ങളിൽ ഏതിലാണോ അതിൽ വരുന്നോ ആ ഫലം ഈ വൃത്താതാമൃതർക്ക് അവിടെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.